ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാർ കളക്ഷൻ വീഡിയോ ആണ്. ഒരുപാട് പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു കാർ കളക്ഷൻ വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റുകളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാർ കളക്ഷൻ വീഡിയോ ആണ് ഗൈസ്. എൻ്റെ കയ്യിൽ ഒരുപാട് വണ്ടികളൊന്നുമില്ല. കറൻ്റ്ലി എൻ്റെ കയ്യിൽ ഇപ്പോൾ 20 വണ്ടികളുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ പെയ്ഡ് ആയിട്ടുള്ളതും കുറച്ചൊക്കെ കോയിൻ കൊടുത്ത് വാങ്ങിച്ച വണ്ടികളുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വണ്ടി അറിയാമായിരിക്കും. നമ്മുടെ BMW M3 GTR ആണ്. അതായത് NFS കളിക്കുന്നവർക്ക് ഈ വണ്ടീനെ കുറിച്ച് അറിയാമായിരിക്കും. അതിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു കാറാണിത്. ഞാൻ ഈ വണ്ടി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റേസിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല ഗൈസ്. ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വണ്ടി ഈ ഗെയിമിൽ യൂസ് ചെയ്യുന്നത്. ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വണ്ടിക്ക് 805 HP ആണ് ഗൈസ് ഉള്ളത്. ഇത് ഞാൻ ഈ ഗെയിമിലെ എല്ലാ ലെവൽസും കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയ പൈസയ്ക്കാണ് ഞാൻ ഈ ഒരു കാർ എടുത്തത് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഗെയിമിലെ എല്ലാ പാർക്കിംഗ് ലെവൽസും കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയ പൈസയ്ക്കും അതുപോലെ തന്നെ ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയ പൈസയും കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാർ എടുത്തത് ഗൈസ്. ഈ ഗെയിമിലെ എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് ഈ ഒരു BMW. ഞാൻ ഈ വണ്ടി ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല. മറ്റു വണ്ടികളുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് എടുക്കൽ കുറവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഈ സുപ്ര മാർക്ക് 4 ആണ്. ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വണ്ടി ഞാൻ ഒരു പ്ലെയറിൻ്റെ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. ഈ വണ്ടിയുടെ ഡിസൈൻ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി അവൻ്റെ നിന്ന് വാങ്ങിച്ചത്. ആ ഒരു പ്ലെയർ 3 മില്യണിനാണ് ഈ വണ്ടി എനിക്ക് വിറ്റത്. ഈ വണ്ടിയുടെ ഹുഡും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറി ഗൈസ്. അതുപോലെ തന്നെ സൈഡിലെ സ്റ്റിക്കർ വർക്കും ആ വണ്ടിയുടെ അലോയും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോഴത്തേക്കും വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് മാറി ഗൈസ്. എനിക്ക് ഈ വണ്ടി അങ്ങ് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് വണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഈ ഫോർഡ് റാപ്റ്റർ ആണ് ഗൈസ്. ഈ വണ്ടി ഞാൻ മൾട്ടിപ്ലെയർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്ലെയർ എനിക്ക് 200Kക്ക് വിറ്റതാണ് ഗൈസ്. ഈ വണ്ടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് എടുക്കും. പക്ഷേ അങ്ങനെ ഓഫ് റോഡിങ്ങിന് പോകുന്നത് കുറവാണ്. അവ എനിക്ക് ഈ വണ്ടി എങ്ങനെയാണോ തന്നത് അങ്ങനെ തന്നെ ഈ വണ്ടി കിടക്കുകയാണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഗൈസ്. ജസ്റ്റ് ഞാൻ ഇതങ്ങനെ എടുക്കാതെ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു പെയ്ഡ് വണ്ടിയാണ്. അതാണ് ഇതാ ഈ കിടക്കുന്ന NSX. ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു പെയ്ഡ് വണ്ടിയാണ്. ഞാൻ ഇത് റിയൽ മണി കൊടുത്തൊന്നും വാങ്ങിച്ച വണ്ടിയല്ല. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഖാൻ എനിക്ക് ഈ ഒരു വണ്ടി ഫ്രീ ആയിട്ട് തന്നതാണ് ഗൈസ്. ഈ വണ്ടിയുടെ പ്രത്യേകത ഈ വണ്ടിക്ക് പോപ്പപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് മൾട്ടിപ്ലെയറിനൊക്കെ പോകുന്ന സമയത്ത് ഈ വണ്ടിക്ക് ചുറ്റും ആൾക്കാർ വന്ന് നിൽക്കും. സെയിലിനുണ്ടോ എക്സ്ചേഞ്ചിനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്രയ്ക്കും ഫാൻ ബേസ് ആണ് ഈ വണ്ടിക്ക്. ഫാൻ ബേസ് ഉള്ളതുകൊണ്ടും പിന്നെ റിയൽ മണി ആയതുകൊണ്ടുമാണ് ഗൈസ് ഈ വണ്ടിക്ക് ഇത്രയും ഡിമാൻഡ്. നമ്മൾ ഈ വണ്ടിക്ക് V10 എഞ്ചിനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വണ്ടിക്ക് 600+ HP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു M3 ആണ് ഗൈസ്. ഈ M3നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതെനിക്കൊരു പ്ലെയർ ഫ്രീ ആയിട്ട് തന്നതാണ്. ഞാൻ ഒരു M3 സാധാ M3യും കൊണ്ട് മൾട്ടിപ്ലെയർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്ലെയർ എൻ്റെ അടുത്ത് ചോദിച്ച് നിനക്ക് മോഡിഫൈഡ് M3 വേണമെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ ഓന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തന്ന വണ്ടിയാണ്. വണ്ടി 1695 HP പ്രൊഡ്യൂസ് ചെയ്യും ഗൈസ്. അതുകൊണ്ട് തന്നെ റേസിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ ബെസ്റ്റ് വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വണ്ടിയിലോട്ട് പോവാം. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ സുപ്ര മാർക്ക് 5 ആണ് ഗൈസ്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വണ്ടിയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഒരു പ്ലെയർ ഈ വണ്ടി എനിക്ക് 1 മില്യണിനാണ് തന്നത്. നമ്മുടെ ഗെയിമിൽ ഈ വണ്ടിക്ക് 1.5 മില്യൺ ആണ്ടെയാണ്. ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ലെങ്ത് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ലുക്ക് ചെറുതായിട്ടൊന്നങ്ങ് കുറയുന്നുണ്ട്. ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് വത്തക്കയാണ് ഗൈസ് ഓർമ്മ വരുന്നത്. കാരണം ആ ഒരു റെഡ് കളറും ആ ഒരു പച്ച കളറും കാണുമ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് വത്തക്കയാണ് ഓർമ്മ വരുന്നത്. ഈ വണ്ടി ഞാൻ ജസ്റ്റ് എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വീട്ടൊഴിവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി 900+ HP പ്രൊഡ്യൂസ് ചെയ്യും ഗൈസ്. ഈ വണ്ടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ G90 ആണ് ഗൈസ്. അപ്പോൾ ഈ G90യെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഈ ഗെയിമിലെ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ് ഇതെന്ന് പറയുന്നത്. ഞാൻ ഈ വണ്ടി കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് പേരെടുത്ത് ഈ വണ്ടി സെയിലിനുണ്ടോ എക്സ്ചേഞ്ചിനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാ പേരും NFS NFT എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ഞാൻ ഒരാളെ കണ്ടെത്തി. GG എന്ന് പറയുന്ന മച്ചാൻ എനിക്ക് ഈ വണ്ടി ഫ്രീ ആയിട്ടാണ് തന്ന ഗൈസ്. അവൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ ചാനൽ സബ് ചെയ്ത് ഈ വണ്ടി ഫ്രീ ആയിട്ട് അങ്ങ് എടുത്തു ഗൈസ്. ഈ വണ്ടി പെയ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഈ വണ്ടി ഫ്രീ ആയിട്ടൊന്നും കൊടുക്കത്തില്ല. അല്ലാതെ ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ വലിയ വലിയ ഡിമാൻഡും കാര്യങ്ങളൊക്കെ വെക്കും ഗൈസ്. എൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ വണ്ടി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ഈ ഒരു G90യും അതുപോലെ തന്നെ ഈ M3യും 1695 HP പ്രൊഡ്യൂസ് ചെയ്യും ഗൈസ്. എൻ്റെ ഈ ഗെയിമിലെ സെക്കൻഡ് ഐഡൻറ്റിറ്റി വെഹിക്കിളാണ് ഈ G90. എൻ്റെ മെയിൻ വണ്ടി എന്ന് പറയുന്നത് ഇതല്ല ഗൈസ്. മെയിൻ വണ്ടി എന്ന് പറയുന്നത് F90 ആണ്. നമ്മുടെ അടുത്ത വണ്ടിയാണ് ഈ F90. ഈ F90യെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഈ ഗെയിമിലെ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇതെനിക്കൊരു പ്ലെയർ എക്സ്ചേഞ്ച് വഴി തന്നതാണ് ഗൈസ്. എൻ്റെ കയ്യിലൊരു ബുഗാട്ടി ഉണ്ടായിരുന്നു. ആ ബുഗാട്ടിന് അവന് കൊടുത്ത് അവൻ്റെ ഈ M5 എനിക്ക് കിട്ടി.
ആരും ഫ്രീ ആയിട്ടൊന്നും ഇങ്ങനെ വണ്ടികളൊന്നും കൊടുക്കാറില്ല, അതും പെയ്ഡ് ആയിട്ടുള്ള വണ്ടികളൊന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല. എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ നല്ല നല്ല വണ്ടികൾ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ഈ വണ്ടിക്ക് പവർ ലേശം കുറവാണ്, കാരണം ഈ വണ്ടി 800-ന് മേലെ HP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിന് 1600 HP ഇല്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് V16 ആഡ് ചെയ്താലേ അത്രയൊക്കെ HP പോകത്തുള്ളൂ. എന്നിരുന്നാൽ കൂടിയും അത്യാവശ്യം നല്ല പവർ ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഈ ഹെൽക്യാറ്റ് ആണ് ഗൈസ്. ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഡെമൺ SRT 170 ആണ് ഈ കിടക്കുന്ന വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടി എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ, ഇതല്ല നമ്മുടെ ആദ്യത്തെ വണ്ടി. നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഹെൽക്യാറ്റിൻ്റെ കേസിൽ നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു പ്ലെയർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അതിന് 1695 HP, അതുപോലെ തന്നെ അത് പോലീസ് വെഹിക്കിളും ആയിരുന്നു. ആ വണ്ടി നമുക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ അത് വിറ്റു, 20 മില്യണിന് വിറ്റു. എന്നിട്ട് ആ വണ്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുതിയൊരു ഹെൽക്യാറ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ രണ്ടാമത്തെ ഹെൽക്യാറ്റാണ്. ഇതിന് 1200+ HP ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഡിഫൻഡറാണ് ഗൈസ്. ഈ ഡിഫൻഡറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഞാൻ നേരത്തെ ഒരു NSX കാണിച്ചില്ലേ, നിസാൻ 180 SX, അത് തന്ന അതേ പ്ലെയർ തന്നെയാണ് ഈ ഒരു ഡിഫൻഡറും എനിക്ക് ഫ്രീ ആയിട്ട് തന്നത്. ഈ വണ്ടി 1695 HP പ്രൊഡ്യൂസ് ചെയ്യും ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി കൊണ്ടാണ് ഞാൻ റേസിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാ റേസും ഞാൻ ഈ വണ്ടി കൊണ്ടാണ് പോകുന്നതെങ്കിൽ ജയിക്കും. പിന്നെ GG വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. അല്ലാതെ നോർമൽ HPയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ബുഗാട്ടിയാണ് ഗൈസ്. ബുഗാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നമ്മുടെ ഗീവ് അവേ വണ്ടിയാണ്. നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് മാക്സിമം കമൻറ്റ് ചെയ്യുക, എങ്കിലേ നമുക്കൊരു വിന്നറിനെ സെലക്ട് ചെയ്ത് ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും ചെന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക. ഈ വണ്ടിയും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഗൈസ്. ഇത് ഞാൻ 2.4 മില്യൺ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ വണ്ടി 1165 HP പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് EF1 ആണ് ഗൈസ്. ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു വണ്ടിയാണ്. എഡിറ്റോ എന്ന് പറയുന്ന ടോക്കിയോ എഡിറ്റോ എന്ന് പറയുന്ന ഒരു പ്ലെയർ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന വണ്ടിയാണിത്. ഈ വണ്ടിയൊന്നും ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്യാറില്ല. ഗെയിമിൽ EF1 ഒക്കെ ഓടിച്ച് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. റിയൽ ലൈഫിൽ ഇഷ്ടമാണ്, പക്ഷേ ഗെയിമിൽ എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ ഈ വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നതാണ് ഗൈസ്. എനിക്ക് പൈസയ്ക്ക് ഇൻ ഗെയിം ക്യാഷിന് ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഈ വണ്ടി വിൽക്കും. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ ഇടുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് നല്ല ഒരു പൈസയ്ക്ക് ഇത് വാങ്ങിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഈ ഹ്യൂണിക്കൺ ആണ് ഗൈസ്. അപ്പോൾ ഈ ഹ്യൂണിക്കണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു 1000 കോയിൻ കാറാണ്. ഇതും കിട്ടൽ റെയറാണ്. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് 10 മില്യൺ ഈ വണ്ടി കിട്ടി. എൻ്റെ ഈ കാർ ലിസ്റ്റിലെ ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഈ വണ്ടിക്ക് 1765 HP ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സ്പീഡ് അമ്മാതിരി സ്പീഡാണ്. ഞാൻ ഈ വണ്ടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ 270 കോയിൻ മാത്രമാണ് ഉള്ളത്. ഞാൻ വിചാരിച്ചില്ല ഈ വണ്ടി ഇത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ഈ കാർ ലിസ്റ്റിലെ അവസാനത്തെ വണ്ടി എന്ന് പറയുന്നത് ബെൻസ് ആണ് ഗൈസ്. നമ്മൾ 2 ആഴ്ച കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ ബെൻസ് എന്ന് പറയുന്നത്. ഈ വണ്ടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, ജസ്റ്റ് എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആർക്കെങ്കിലും ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ ഒരു വണ്ടി നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ഇത് ഞാൻ ഇന്നലെ എടുത്ത വണ്ടിയാണ്. ഇത് നമ്മുടെ മസ്ദ MX-5 ആണ്. ഇത് കൺവേർട്ടബിൾ കാറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മെയിനായിട്ട് എടുത്തത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഈ ഒരു കളറും ആ ഒരു ഗ്ലോസി ലുക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ പേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നല്ല നല്ല ഗീവ് അവേസ് ഒക്കെ വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് കണ്ട മിക്ക പ്രീമിയം കാർഡ്സും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് R11YT സൈനിങ് ഓഫ്.